ഇങ്ങനെ ഒരു ഘട്ടത്തിൽ പറയുന്നത് ശരിയാണോ എന്നെനിക്കറിയില്ല, എങ്കിൽ പോലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ നാട്ടിലെ ഈ ദളിത് ബുദ്ധിജീവികൾ അല്ലെങ്കിൽ അംബേദ്കറൈറ്റുകൾ എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് പൊതുവെയുള്ള ഒരു തകരാറ്, ഇവരേതെങ്കിലും ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെയോ പ്രസ്ഥാനത്തിൻ്റെയോ സമുദായ സംഘടനയുടെയൊക്കെ വാലായി പ്രവർത്തിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ്. ഒന്നുകിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ, അല്ലെങ്കിൽ BJP RSS മുതലായ ഹിന്ദുത്വ വിഭാഗത്തിൻ്റെ, അതുമല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയും മറ്റുമൊക്കെ പ്രതികരിക്കുന്ന തീവ്ര ഇസ്ലാമിക വീക്ഷണഗതിയോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ ഒരു തകരാറെന്ന് വെച്ചാൽ CPM-ലാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയിലാണെങ്കിലും RSS-ലാണെങ്കിലും ഒക്കെ തന്നെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അവർ പുറമേക്ക് ഷോ പീസായിട്ട് കൊണ്ടെടുക്കും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് യഥാർത്ഥമായി എന്തെങ്കിലും പരിഗണന കിട്ടുകയോ അവരെ മുഖ്യധാരയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ കൂട്ടി യോജിപ്പിക്കുകയോ ചെയ്യില്ല. അപ്പോൾ പട്ടികജാതിക്കാരൻ ഏത് സമയത്തും ഇല ഇടുന്നത് പന്തിക്ക് പുറത്തായിരിക്കും, അല്ലെങ്കിൽ സർവാണി സദ്യയിലായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യം ഇവർക്ക് മനസ്സിലാകാത്തതാണോ, മനസ്സിലായിട്ടും ഈ ദാസ്യം അടിമത്തം അനുഭവിച്ച് മുന്നോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. രണ്ടായാലും ആ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നില്ല KK കൊച്ച്. അദ്ദേഹം സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തം അഭിപ്രായങ്ങൾ ധീരമായിട്ട് ഏത് വേദിയിലും പറയാനും മടി കാണിക്കാത്ത ആളായിരുന്നു. എനിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹവും ബഹുമാനവും അതുകൊണ്ടാണ്. ആ പട്ടികജാതിക്കാർ സ്വന്തം കാലിൽ നിൽക്കാനും അവകാശങ്ങൾ വിലപേശി അല്ലെങ്കിൽ വാശിയോടുകൂടി ചോദിച്ച് വാങ്ങിയെടുക്കാനും കഴിയുന്നവരായിരിക്കണം. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ ഈ പ്രസ്ഥാനത്തിന് പറ്റിയുള്ള വലിയൊരു ബലഹീനത ഇതാണ്. ഒന്നുകിൽ അംബേദ്കർ അല്ലെങ്കിൽ കാൻഷിറാമിന് ശേഷം ആ രീതിയിലുള്ള ശക്തമായ സ്വയം പര്യാപ്തമായ ഒരു നേതൃത്വം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു നേതൃത്വത്തിൻ്റെ അഭാവം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ആലോചിക്കാനുള്ളൊരു അവസരം കൂടിയായിട്ട് ഇത് മാറണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.